ഫിനാൻഷ്യൽ ഇയർ 2023-24, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയർ 2024-25 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. 31 ജൂലൈ 2024 മുന്നേ 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ പല വ്യക്തികൾക്കും, പ്രത്യേകിച്ച് NRIs ആയിട്ടുള്ള ആളുകൾക്കും പലപ്പോഴും കൺഫ്യൂഷനുണ്ട്. NRIs ചിന്തിക്കുന്നത്, ഞാനൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്, എൻ്റെ ഇൻകം എല്ലാം ടാക്സ് എക്സംപ്റ്റഡ് ആണ്, ഞാൻ അതിനാൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആയിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത്, ഞാൻ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ്, എൻ്റെ ഇൻകം 7 ലക്ഷത്തിന് താഴെയാണ്, അല്ലെങ്കിൽ ഞാൻ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്, എൻ്റെ ഇൻകം 5 ലക്ഷം രൂപയിൽ താഴെയാണ്, അതുകൊണ്ട് ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ തന്നെയും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം 2 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മിനിമം 3 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. 3 ലക്ഷം രൂപയിൽ മേളിലുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇൻകം ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അയാൾക്ക് 87A എന്ന് പറയുന്ന സെക്ഷൻ്റെ റിബേറ്റ് ലഭിക്കണമെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് റിബേറ്റ് ലഭിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ വരെയുള്ള ഇൻകം എക്സംപ്റ്റഡ് ആണ്. അതേപോലെ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 3 ലക്ഷം രൂപയിൽ കൂടുതൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഇൻകം ചിലപ്പോൾ 7 ലക്ഷം രൂപയിൽ കുറവായിരിക്കാം, പക്ഷേ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന് 87A എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് മാക്സിമം 25,000 രൂപയുടെ ടാക്സ് റിബേറ്റ് ലഭിക്കണമെങ്കിൽ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലാണ് അദ്ദേഹത്തിന് ടാക്സ് റിബേറ്റ് ലഭിക്കുകയുള്ളൂ. ഇതിന് സംബന്ധമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ടാക്സ് സേവിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. സെക്ഷൻ 80C എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് ഇൻഷുറൻസ് പോളിസികളിലോ മ്യൂച്വൽ ഫണ്ട് ELS സ്കീമുകളിലോ പോസ്റ്റ് ഓഫീസ് സ്കീമുകളായ NSC, അതേപോലെ PPF, സീനിയർ സിറ്റിസൺ സ്കീം, ബാങ്കുകളുടെ 5 ഇയർ ടാക്സ് സേവിങ് FD, ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെയും റെഡ്യൂസ് ചെയ്ത് കാണിക്കാം. എന്നാൽ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന 2 ലക്ഷം രൂപയിൽ കൂടുതൽ ടാക്സബിൾ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഡിഡക്ഷൻസ് ലഭിക്കുകയുള്ളൂ. ഒരു നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 60 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ്, സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് 87A എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ടുള്ള റിബേറ്റ് ലഭിക്കുകയില്ല. അതായത് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 12,500 രൂപ വരെയുള്ള റിബേറ്റും, അതേപോലെ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 25,000 രൂപ വരെയുള്ള ടാക്സിലുള്ള റിബേറ്റ് NRIs ആയിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കുകയില്ല. ഇനി മറ്റേതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. പലപ്പോഴും നിങ്ങളുടെ ഇൻകം 2 ലക്ഷം രൂപയിലോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയിൽ കുറവായിരിക്കാം. പക്ഷേ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ബാങ്ക് SBI അക്കൗണ്ടിൽ അഗ്രിഗേറ്റ് 50 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ മൾട്ടിപ്പിൾ ബാങ്കുകളിൽ ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. എല്ലാ ബാങ്കുകളിലും കൂടി 50 ലക്ഷം രൂപയിൽ കൂടുതൽ SBI അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1 കോടി രൂപയിൽ കൂടുതൽ അഗ്രഗേറ്റ് ട്രാൻസാക്ഷൻസ് ഡെപ്പോസിറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ ബിസിനസ് ഒക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവർ ആനുവൽ ടേൺ ഓവർ 60 ലക്ഷം രൂപയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ ബാങ്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ NRIസിനെ സംബന്ധിച്ചിടത്തോളം അവർ മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയർ മാർക്കറ്റിലോ മറ്റോ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ
അവരുടെ പണം തിരിച്ചു ലഭിക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് TDS ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ലക്ഷറി കാറോ അല്ലെങ്കിൽ ജുവല്ലറി ഓർണമെൻറ്റ്സോ ഇതേപോലെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് എങ്കിൽ സാധാരണ ഒരു TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് വെഹിക്കിൾ വിൽക്കുന്ന വെൻഡറോ അല്ലെങ്കിൽ ഷോപ്പ് ജുവല്ലറി വിൽക്കുന്ന ഷോപ്പുകളോ സാധാരണ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള എമൗണ്ട് ഒരു വർഷം 25,000 രൂപയിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ നിങ്ങൾ ഏതെങ്കിലും അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, അതിൽ നിന്ന് ഇൻകം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റിയൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് റെൻ്റൽ ഇൻകം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇൻകം നിങ്ങൾക്ക് ഫോറിൻ അസറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. കഴിഞ്ഞ ഫിനാൻഷ്യറിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലും മറ്റും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ലക്ഷം രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള വ്യക്തികളാണെങ്കിലും അതേപോലെ ടാക്സബിൾ ഇൻകം ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾ ബാങ്കുകളിലോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലോ ലോണിനും മറ്റും അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് അവർ ചോദിക്കാറുണ്ട്. മുന്നേ സംസാരിച്ചതുപോലെ പലപ്പോഴും നമ്മളുടെ ഇൻകത്തിൽ നിന്ന് TDS പിടിക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഹൈ വാല്യൂ ആയിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട്. ഈ TDSഉം TCSഉം നമുക്ക് തിരിച്ച് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതേപോലെ ഈ TDSഉം TCSഉം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി പലപ്പോഴും നമ്മുടെ ഇൻകം പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും പല സ്ഥാപനങ്ങളിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിദേശ രാജ്യങ്ങളും മറ്റും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം. ഈ നിക്ഷേപം നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും ലാഭം ഉണ്ടാകണമെന്നില്ല. പല സമയങ്ങളിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് വരുന്ന 8 ഫിനാൻഷ്യറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ വരുന്ന ലോസ് വരും വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇൻഷുറൻസ് പോളിസികൾ, അതായത് ടേം ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനായിട്ട് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ നമ്മുടെ ഇൻകത്തിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ഇൻഷുറൻസ് കമ്പനികൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം പ്രൂഫായിട്ട് സ്വീകരിക്കും. ഇൻകം ടാക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് 75 വയസ്സിന് മേളിലുള്ള സീനിയർ സിറ്റിസൺസിന് സാധാരണയായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലഭിക്കുന്ന ഇൻകം, ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇൻട്രസ്റ്റിന് ടാക്സബിൾ ആണെങ്കിൽ അതിൻ്റെ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 75 വയസ്സിന് മേളിലുള്ള സീനിയർ സിറ്റിസണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ചില കണ്ടീഷൻസ് എല്ലാം അതിന് പറയുന്നുണ്ട്. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ച് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള വ്യക്തികളാണെങ്കിലും ടാക്സബിൾ ഇൻകം ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ 5 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എങ്കിൽ നിങ്ങൾ 1000 രൂപ പെനാലിറ്റി കൊടുക്കണം. അതേപോലെ 5 ലക്ഷത്തിന് മേളിലാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എങ്കിൽ 5000 രൂപ പെനാലിറ്റി കൊടുക്കണം. ഇത് കൂടാതെ തന്നെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് മുതൽ നമ്മൾ എത്ര സമയം വരെയും ഇത് ഡിലേ ചെയ്യുന്നതോ അതിന് 1% പീനൽ ഇൻട്രസ്റ്റ് വരെ നമ്മൾ കൊടുക്കണം. നിയമപരമായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു വ്യക്തി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ അങ്ങനെയുള്ള കുറ്റത്തിന് അത് ടാക്സ് വെട്ടിക്കലിൻ്റെ കാറ്റഗറിയിൽ വരും. അങ്ങനെ വരുന്ന കുറ്റത്തിന് നിങ്ങൾക്ക് 6 മാസം മുതൽ 7 വർഷം വരെയും ജയിൽ ശിക്ഷയും കിട്ടാനായിട്ടുള്ള പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മടിക്കരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈസി ആയിട്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും, ഫയലിംഗ് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അല്ല എങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഹെൽപ്പ് എടുത്ത് നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതൊരു ടാക്സ് അഡ്വൈസ് അല്ല, ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വേണം, അഡ്വൈസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ
അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഹെൽപ്പ് എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇ ഫയലിംഗ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമാക്കുന്ന വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.